കാസർഗോഡ് കുമ്പള ആരിക്കാടി കടവത്തെ തീരദേശ മേഖലയിലെ കുട്ടികൾ പഠിക്കുന്ന അങ്കണവാടിയുടെ പ്രവർത്തനം എവിടെയാണെന്നറിയാമോ? ഒരു താൽക്കാലിക ഷെഡിലാണ്. കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ ഭാഗങ്ങൾ അടർന്നു വീഴുന്നതിനെ തുടർന്നാണ് 3 വർഷം മുൻപ് അങ്കണവാടി പല താൽക്കാലിക കെട്ടിടങ്ങളിലേക്കുമായി മാറ്റിയത്. ഇതിനോടകം തന്നെ 3 സ്ഥലങ്ങളിലായി അങ്കണവാടി പ്രവർത്തിച്ചു. ഇപ്പോൾ മത്സ്യബന്ധന സാമഗ്രികൾ സൂക്ഷിക്കാൻ സ്വകാര്യ വ്യക്തി പണിത ഷെഡിലാണ് അങ്കണവാടി പ്രവർത്തിക്കേണ്ടത്. മിക്കയിടങ്ങളിലും അങ്കണവാടികൾ സ്മാർട്ടാവുകയും മെച്ചപ്പെട്ട പഠന സൗകര്യങ്ങൾ ലഭിക്കുമ്പോഴുമാണ് ആരിക്കാടിയിലെ കുട്ടികളുടെ ഈ ദുരവസ്ഥ. 20ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു അംഗനവാടി കെട്ടിടമായിരുന്നു ഇത്. എന്നാൽ ഇത് ഇപ്പോൾ ഏകദേശം 4 വർഷത്തോളമായി പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ എല്ലാ റീസൺസും നമുക്ക് ഇതിൽ തന്നെ കാണാം. കാരണം ശോചനീയമായ ഒരു കെട്ടിടമാണ്. 20ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു വലിയ ഭീഷണി നേരിട്ടപ്പോൾ ഇവിടെ ഈ കെട്ടിടം മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ മറ്റൊരു സ്ഥലം മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങൾ മാറി കളിച്ച് ഇപ്പോൾ ഏകദേശം 4 വർഷമായിരിക്കുന്നു. ഒരു അംഗനവാടി എന്നൊരു സ്വപ്നം ഇതുവരെ ഈ കുമ്പള പഞ്ചായത്തിലുള്ള ആളുകൾക്കായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ വളരെ ആശങ്കയിലാണ്. കാരണം തങ്ങളുടെ കുട്ടികൾ കൃത്യമായി പഠിക്കാൻ ഒരു ഇടമില്ല, അത്തരത്തിൽ യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്തൊരു കെട്ടിടത്തിലേക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെയുള്ള ആളുകളടക്കം വളരെ വിഷമത്തിലാണ്, സങ്കടത്തിലാണ് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ ഒരു അങ്കണവാടി കെട്ടിടത്തിന് തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു വീട് കാണുന്നുണ്ട്. ഈ വീടിനോട് ചേർന്ന ഇവിടെ എല്ലാം ഒരു മത്സ്യബന്ധനത്തിലുള്ള ആളുകൾ താമസിക്കുന്ന വീടുകൾ, അത്തരത്തിൽ 300ഓളം കുടുംബങ്ങൾ ഇവിടെയുണ്ട്. അത്തരത്തിലൊരു മത്സ്യ തൊഴിലാളിയുടെ വീടിനോട് ചേർന്നുള്ള ഒരു ഷെഡിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അങ്കണവാടി കെട്ടിടം ഉള്ളതും എന്നുള്ളതാണ്. എന്തായാലും ഇവിടെയുള്ള ആളുകളടക്കം അത്തരത്തിൽ വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായ ഒരു സൗകര്യങ്ങളൊന്നും ഇല്ലാതെ അത്തരത്തിൽ തങ്ങളുടെ മക്കളെ പഠിപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഓർത്ത് തന്നെ ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ വളരെ ആശങ്കയിലാണ് എന്നുള്ളത്. ചേട്ടാ, ഏകദേശം 4 വർഷമായിട്ടുണ്ടല്ലേ, ഇതുവരെ ഒരു ഷെഡ് ആയിട്ടില്ല, അല്ലെങ്കിൽ ഒരു കെട്ടിടമായി 3 വർഷത്തോളമായി ആ കാണുന്ന അംഗനവാടി പൊട്ടിപ്പൊളിഞ്ഞ് വീഴാറായിട്ട് പേരൻസ് ഒന്നും കുട്ടികളെ അവിടേക്ക് വിടുന്നില്ല. കാരണം പേടിയാണ്, ജീവന് കൊതിയുണ്ടല്ലോ കുട്ടികൾക്ക് അവിടെ പഠിക്കാൻ വേണ്ടിയിട്ട്. പൊട്ടിപ്പൊളിഞ്ഞ് മേൽക്കൂരൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ഞങ്ങൾ ബന്ധപ്പെട്ട അധികൃതർക്ക് കുറേ പ്രാവശ്യം പരാതി കൊടുത്തു ഇതിനെക്കുറിച്ചിട്ട്. ആരും തിരിഞ്ഞു നോക്കില്ല. നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ താൽക്കാലികമായിട്ട് നാട്ടിലുള്ള 1-2 വീട്ടിലോട്ട് ഞങ്ങൾ പോയിട്ട് അവിടെ താൽക്കാലികമായി പഠിപ്പിച്ചു. പക്ഷേ അവിടെ കുട്ടികൾക്ക് സൗകര്യക്കുറവ് മൂലം ഇപ്പോൾ നമ്മുടെ നാട്ടുകാരുടെ വീടാണിത്. ഒരു സ്വകാര്യ വ്യക്തിയുടെ പുരയിടും അതിലുള്ള ഒരു ഷെഡും ആയിരുന്നു. ഈ ഷെഡ് അവരെ ജോലിക്കാരെ താമസിപ്പിക്കുന്ന ഷെഡായിരുന്നു. അവരോട് നാട്ടുകാർ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായിട്ട് 6 മാസത്തേക്ക് അവർ കൊടുത്തു. അവരെ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് സൂക്ഷിക്കുന്ന സംഭവം അതൊക്കെ വെളിയിൽ വെച്ചിട്ട് 6 മാസത്തേനാണ് കൊടുത്തത്. കാരണം 6 മാസം കൊണ്ട് ഇത് പണി പൂർത്തിയാവുമെന്ന് പറഞ്ഞിട്ട്. കാട് പിടിച്ച കെട്ടിടമാണ് പണ്ടത്തേത്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇപ്പോഴുള്ള കെട്ടിടമായാലും തീരെ സൗകര്യമില്ല, അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലാതെ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടം തന്നെയാണ്. എന്തായാലും ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടെങ്കിൽ ഇവിടെയുള്ള നാട്ടുകാർക്ക് അതൊരു വലിയ, അല്ലെങ്കിൽ കുട്ടികൾക്ക് അതൊരു വലിയ ഒരു ഉപകാരം തന്നെയായിരിക്കും. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, റിപ്പോർട്ടർ കാസർഗോഡ്.